സമൂഹമാധ്യമങ്ങളിൽ നിന്ന് വാർത്താ കാർഡുകൾ നീക്കം ചെയ്തതിൽ പ്രതിഷേധം കടുക്കുന്നു. കേരളത്തിൽ മാധ്യമ അടിയന്തരാവസ്ഥയാണെന്ന് ആരോപിക്കുകയാണ് CPIM. നിശബ്ദമാക്കാൻ ശ്രമിച്ചാൽ 10,000-കണക്കിന് പേർ ശബ്ദിക്കുമെന്ന് വീണ ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരന്തരമായിട്ട് നുണകൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം സാധാരണ പറയുന്ന നുണകൾ പോലെയല്ല സ്ഥിതി. ഇത് സംസ്ഥാനത്തെ ബാധിക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വലിയ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്ര വലിയ കള്ളങ്ങൾ പറയുന്നത്. സംസ്ഥാന നേതൃത്വം ഈ ഒരാളെ നേരിട്ട് അറിയില്ല എന്നോട് അത് പറയുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് വി.ഡി. സതീശൻ്റെ വീട്ടിലും ഔദ്യോഗിക വസതിയിലും ഒക്കെ തന്നെ വലിയ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത്തരത്തിൽ അടുത്ത് ഇടപഴകുന്നു. ഈ ചിത്രങ്ങൾ അതിനുള്ള തെളിവല്ലേ? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്നിരിക്കുന്ന ചിത്രങ്ങൾ, പോസ്റ്റുകൾ, ഈ പറഞ്ഞ മയക്കുമരുന്ന് കേസിലെ പ്രതി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിട്ടുള്ള ചിത്രങ്ങൾ അതല്ലേ വ്യക്തമാകുന്നു. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ, അതായത് ഒരു വളരെ അടുപ്പമുള്ള വ്യക്തികൾ തമ്മിലുള്ള ഒന്നിച്ചെടുക്കുന്ന ചിത്രങ്ങൾ പോലെയുള്ള ചിത്രങ്ങളാണല്ലോ അതിനു മുൻപുള്ളതും പുറത്തു വന്നിരിക്കുന്നത്. ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു 10,000-കണക്കിന് ആളുകൾ അതേ കാർഡ് എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. ഒരിടത്ത് വാർത്ത നിശബ്ദമാക്കാൻ ശ്രമിച്ചാൽ 10,000 പേർ ആ വാർത്തയ്ക്ക് വേണ്ടി ശബ്ദിക്കും എന്നുള്ള സ്ഥിതി കേരളത്തിൽ ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ മെറ്റയോട് മുഖ്യമന്ത്രിക്ക് എഴുതാം. അതായത് ഇത് വളരെ ഫ്രീഡം ഓഫ് പ്രസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു ചോദ്യമുനയിലോ സംശയമുനയിലോ നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇത് ആര് പറഞ്ഞിട്ടാണ് നീക്കം ചെയ്തതെന്ന് മെറ്റ പറയണം. എന്നിട്ട് ആ മെറ്റയുടെ ഉത്തരം പ്രസിദ്ധീകരിക്കാമോ? അതല്ലേ വേണ്ടത്. നിങ്ങൾ പരാതി കൊടുത്തോളൂ, ഞങ്ങൾ പിന്തുണയ്ക്കാം, ഞാൻ കത്തെഴുതാം. അല്ല, അതാവട്ടെ. ഇത് ആര് പറഞ്ഞിട്ടാണ് മെറ്റ ഇത് നീക്കം ചെയ്തത്, അതിൻ്റെ വിവരങ്ങൾ തരണം. കാരണം എന്താണ്? ഫ്രീഡം ഓഫ് പ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വലിയ രീതിയിൽ ഒരു അടിയന്തരാവസ്ഥ, മാധ്യമ അടിയന്തരാവസ്ഥ, വാർത്തകൾക്ക് വിലക്കേർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ ഒരു സംശയമുനയിൽ നിൽക്കുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അതാരാണ് എന്നുള്ളതിൽ വ്യക്തത വരുത്തണം എന്ന് അവരോട് ചോദിക്കുകയും അവരുടെ മറുപടി പ്രസിദ്ധീകരിക്കുകയും വേണം. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. പ്രതീഷേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കൂടുതൽ CPM നേതാക്കൾ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു. ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ റിമൂവ് ചെയ്യപ്പെടുന്ന വാർത്തകളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. ഇതെല്ലാം സർക്കാരിനെതിരെ, UDF-നെതിരെ, പ്രധാനമായി വി.ഡി. സതീശനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകളാണ്. ഇതിനു മുൻപ് ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദേശീയതലത്തിൽ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അപകടാവസ്ഥ, ഈ ഇരട്ടത്താപ്പ് കൂടി ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അല്ലേ പ്രതീഷ്? ഷിഹാസ്, തീർച്ചയായും റിപ്പോർട്ടറിൻ്റേത് ഉൾപ്പെടെയുള്ള വാർത്തകൾ മെറ്റ നീക്കം ചെയ്തതിൽ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള ആരോപണം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും ഇക്കാര്യമാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് സംസ്ഥാനത്ത് ഉള്ളത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള വാർത്തകൾ, അതാണ് പ്രധാനമായും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അല്ലാതെ എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതികരണമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് തൻ്റെ അറിവോടെയല്ല ഇത്തരത്തിൽ ഈ വാർത്ത മെറ്റ നീക്കം ചെയ്തത് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട തനിക്ക് അനുകൂലമായ വാർത്തകൾ പോലും മെറ്റ നീക്കം ചെയ്തു എന്നുള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ കാരണം? ഈ നേരത്തെ വീണ ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ മെറ്റയുടെ ഔദ്യോഗിക വിശദീകരണം എന്ത്? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്നുണ്ട്. കാരണം തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, സർക്കാരിന് സമ്മർദ്ദമുണ്ടാക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് തുടർച്ചയായി നീക്കം ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം
ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഈ നീക്കം ചെയ്യൽ, സോഷ്യൽ മീഡിയയിൽ നിന്ന് വാർത്തകൾ നീക്കം ചെയ്യുന്ന ആ രീതി തുടർന്നാൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനി സർക്കാർ നിലപാട് എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തങ്ങളുടെ അറിവോട് കൂടി അല്ല എന്ന് പറയുമ്പോൾ പോലും അതിൽ സർക്കാരിന്റെ ഇടപെടലുണ്ട് എന്നുള്ള സംശയം ഉൾപ്പെടെ ഇപ്പോൾ ബലപ്പെടുകയാണ്. ശരി, പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.